ഹലോ ഫ്രണ്ട്സ്. ഹായ്. അപ്പം നമ്മുടെ അടുത്ത് കുറേ നമ്മുടെ ഫ്രണ്ട്സ് ഇൻസ്റ്റാ ത്രൂ ആണ് ആദ്യം ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത്, നമ്മുടെ സ്റ്റോറി പറയുമെന്ന്. ഗൈസ്, നമുക്ക് സ്റ്റോറി പറയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ പറയാൻ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ സ്റ്റോറി പറയണമോ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പം കുറേ ആൾക്കാർ നമുക്ക് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയൊക്കെ ചോദിച്ചു നമ്മുടെ സ്റ്റോറി പറയാമോ. ലവ് സ്റ്റോറിയാണ്. നമ്മൾ ചെറുതായിട്ട് ഹിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ പോകുന്ന സമയത്ത്. ഗൈസ്, ആദ്യം തന്നെ പറയാം, എൻ്റെ പേര് ആദർശ് എന്നാണ്. എൻ്റെ പേര് നീതു. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കല്യാണം കഴിച്ചതാണ്. പിന്നെ അതിലൊരു ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതുവിൻ്റെ സെക്കൻഡ് മാരേജാണ്, എൻ്റെ ഫസ്റ്റ് മാരേജാണ്. പിന്നെ നമ്മുടെ വീഡിയോസിൽ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒന്നാമത്തെ കുഞ്ഞ് നമ്മുടെ ദേവു, അത് നീതുവിൻ്റെ ഫസ്റ്റ് മാരേജിലുള്ള കുഞ്ഞാണ്. രണ്ടാമത്തെ ഞങ്ങളുടെ തനു, അത് നമ്മുടെ കുഞ്ഞാണ്. ഗൈസ്, രണ്ടുപേരും ഇപ്പോൾ നമ്മളിവിടെ തന്നെയാണ്. സോ ഇതാണ് ഞങ്ങൾ ബേസിക്കലി ഞങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇതിൽ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് സ്റ്റോറി പറയണമെന്ന് വിചാരിക്കുന്നതിനുള്ളൊരു വലിയ റീസൺ ഉണ്ട്. ബിക്കോസ് ഒരുപാട് ആൾക്കാർ നമുക്ക് എതിര് നിന്നല്ലേ, നമ്മുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാം നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ മാത്രമായിട്ട് എടുത്തൊരു ഡിസിഷനാണ് ഈ ഒരു നമ്മുടെ ആരുമില്ലായിരുന്നു. നമ്മളിപ്പോൾ ലൈഫ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 years നമ്മളിപ്പോൾ ആയി. പക്ഷെ ഒരുമിച്ച് ഒരിടത്ത് താമസിക്കുമ്പോൾ നീതുവിൻ്റെ വീട്ടിലായിരുന്നു. ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗൈസ്. സോ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തൊരു ലൈഫാണ് നമ്മുടെ. സാധാരണ ഒരു ലവ് പോലെ അല്ല. അതെ, ആരെങ്കിലും ഒരാള് കാണാം അല്ലേ, വളരെ കോംപ്ലിക്കേറ്റഡ്. ആരെങ്കിലും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് കാണാം ഏതെങ്കിലും ഒരു. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടു പോയി. ഞാൻ ബേസിക്കലി ഇവന്റ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. സിഗ്നേച്ചർ ഇവന്റ്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് എനിക്ക്. സോ അത് റൺ ചെയ്യുന്നതാണ് എൻ്റെ ബിസിനസ്. നീതു ഒരു പ്രവാസി ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. സോ നമുക്ക് ഞാനൊരു ടീച്ചറാണ്, MA BEd കഴിഞ്ഞാണ്. പക്ഷെ അത് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ അവിടുത്തെ ഒരുപാട് ആൾക്കാർ ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഈ കാര്യമാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇനിയും നമ്മുടെ കഥ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കേൾക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് ഞങ്ങളുടെ കഥയൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇപ്പോഴും നമുക്ക് പറയാം ഗൈസ്. ഒരു പാർഷ്യലി നമ്മൾ ഒറ്റപ്പെട്ടുള്ള ലൈഫ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു സന്തോഷമാണ് ഈ വീഡിയോസ് ഇടുന്നതും അല്ലേ. നമ്മുടെ ലൈഫ് ഇതാണ് ഗൈസ്. നമ്മളൊന്നും ഇതിനകത്ത് നമ്മൾ പൊടിപ്പും തൊങ്ങലും വെച്ചൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ അഭിനയിക്കുന്നുമില്ല ഗൈസ്. നമ്മുടെ റിയൽ ലൈഫ് എന്താണോ അതാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് പോകുന്നത് അല്ലേ. ഒരുപാടുണ്ട് ഗൈസ്. അപ്പം ഗ്രാജുവലി ഞങ്ങൾ ഇതെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞങ്ങൾക്ക് നിങ്ങളോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.